നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് 1984 റിലീസായ ഒരു മനോഹരമായ ചലച്ചിത്രം. ഇതിൻ്റെ സംവിധാനം ഫാസിൽ. നദിയ മൊയ്തു, പത്മിനി, മോഹൻലാൽ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളത്. 1984 ഈ ചിത്രം പുറത്തിറങ്ങിയത്. സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ചലച്ചിത്രത്തിനുള്ള പുരസ്കാരം ഇതിന് ലഭിച്ചു. നദിയ മൊയ്തു, മോഹൻലാൽ, പത്മിനി, മണിയൻപിള്ള രാജു, നെടുമുടി വേണു, KP ഉമ്മർ, തിലകൻ, സുകുമാരി തുടങ്ങിയ താരങ്ങളൊക്കെ ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. ഇതിലെ ഗാനം KS ചിത്ര ആലപിച്ചിരിക്കുന്നു. അതുപോലെ KS ചിത്രയ്ക്ക് ഒരു ബ്രേക്ക് കൊടുത്ത ചലച്ചിത്രം തന്നെയാണിത്. അതായത് 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്ന ഗാനം വളരെ ഇന്നും എല്ലാ മലയാളികളും നെഞ്ചിലേറ്റുന്ന ഒരു സിനിമാ ഗാനമാണത്. അതുപോലെ തന്നെ ലാത്തിരി പൂത്തിരി കമ്പിത്തിരി മത്താപ്പ് എന്ന് പറയുന്ന ഒരു ഗാനം, നറുതേൻ മൊഴിയേ, ശിശിരങ്ങൾ ഈ വഴിയേ എന്ന ഗാനം, ഇതെല്ലാം വളരെ മികച്ച ഗാനങ്ങൾ തന്നെയാണ്. ചിത്രത്തെ വളരെ മനോഹരമാക്കി മാറ്റിയിരിക്കുന്നു. ഇതിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് പത്മിനി അഭിനയിക്കുന്നത്. കുഞ്ഞൂഞ്ഞമ്മ എന്ന മുത്തശ്ശിയായിട്ടാണ് ഇവർ അഭിനയിക്കുന്നത്. അതായത് നദിയ മൊയ്തുവിൻ്റെ പേര് ഗേളി എന്ന കഥാപാത്രം. KP ഉമ്മറിൻ്റെ മകളായിട്ടാണ് ഗേളി അഭിനയിക്കുന്നത്. അപ്പോൾ കുഞ്ഞുഞ്ഞമ്മയുടെ മകളായ മണിക്കുട്ടിയെ KP ഉമ്മർ വിവാഹം കഴിക്കുകയും ഇവരുടെ ഇഷ്ടം നോക്കാതെ അവളെ അവരുടെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവസാനം മാത്യൂസിൻ്റെ ഭാര്യയായ മണിക്കുട്ടി മരിക്കുന്നു. മണിക്കുട്ടി മരിക്കുമ്പോൾ കുഞ്ഞിനെയെങ്കിലും തനിക്ക് തരണമെന്ന് കുഞ്ഞുഞ്ഞമ്മ ആവശ്യപ്പെടുന്നു. എന്നാൽ കോടതിയിൽ കേസ് കൊടുത്തെങ്കിലും കുഞ്ഞിനെ അവർക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ അവർ വളരെ നീണ്ട 17 വർഷക്കാലം ദുഃഖിതയായി കഴിയുമ്പോഴാണ് മകൾ ഇവിടെ വരുന്നത്, കൊച്ചുമകളായ ഗീളി വരുന്നത്. കൊച്ചുമകളെ ആദ്യം ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്നാൽ അവളുടെ ഡാഡിയായ മാത്യൂസിനെ അവൾ വെറുപ്പാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ അവളോട് കൂടുതൽ അടുക്കുന്നത്. നീ ഇനി ഒരിക്കലും മാത്യൂസിനടുത്ത് പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഈ അവളുടെ അമ്മച്ചി അവളെ വളരെ സ്നേഹത്തോടെ കാണുന്നു. അതുപോലെ തന്നെ ഇവരുടെ അയൽ വീട്ടിൽ താമസിക്കുകയാണ് ശ്രീകുമാറിൻ്റെ അമ്മയായി സുകുമാരി അഭിനയിച്ചിരിക്കുന്നു. അതുപോലെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളുമായിട്ടും ഗേളി വളരെയധികം ആടിപ്പാടുകയും ഒക്കെ ചെയ്യുന്നു. ഇതൊക്കെയാണ് കഥ. വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ ഇതിൽ ഹൈലൈറ്റായിട്ടുള്ളൊരു കാര്യമാണ് മോഹൻലാലാണ് ശ്രീകുമാറിൻ്റെ വേഷം ചെയ്യുന്നത്. ശ്രീകുമാറിൻ്റെ കയ്യിൽ നിന്നും ഒരു മഞ്ഞ റോസ വാങ്ങുവാൻ പോകുമ്പോൾ അവളൊരു കണ്ണാടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, ഈ കണ്ണാടി വെച്ചാൽ ശരീരം ഡ്രസ്സൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞ് ശ്രീകുമാറിനെ അവൾ പേടിപ്പിക്കുന്നു. ശ്രീകുമാറിൻ്റെ അപ്പോഴത്തെ അഭിനയമൊക്കെ എടുത്തു പറയത്തക്കത് തന്നെയാണ്. അവസാനം ശ്രീകുമാർ അവളോട് വിരോധമൊക്കെ തോന്നുന്നെങ്കിലും ശ്രീകുമാറിൻ്റെ സുഹൃത്ത് പറയുന്നു അവളൊരു ഡൈയിങ് പേഷ്യൻ്റാണ്, അവൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൾക്ക് വലിയൊരു അസുഖമുണ്ട് എന്നൊക്കെ പറയുന്നതും അവസാനം ഇത് അവളുടെ അമ്മച്ചി മനസ്സിലാക്കുകയും അവളുടെ ഡാഡിയുടെ അടുത്തേക്ക് അവളെ പറഞ്ഞു വിടുകയും ചെയ്യുന്നതോടുകൂടിയാണ് ഈ കഥ അവസാനിക്കുന്നത്. വളരെ നല്ല മനോഹരമായ ചിത്രമായിരുന്നു. നല്ല ഛായാഗ്രഹണമായിരുന്നു. കാണുവാൻ വളരെ രസകരമാണ്.